നമ്മൾ കാട ഫ്രൈ കഴിച്ചിട്ടുണ്ടാവും, കാട റോസ്റ്റ് കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ കാട ബിരിയാണി അധികം പേരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഇന്ന് കാട ബിരിയാണി കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ കാട ബിരിയാണി കിട്ടുന്ന സ്പോട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ ഒരു ഷോപ്പ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ പറഞ്ഞത് തൃശ്ശൂർ അമല പറപ്പൂര് റോട്ടിലുള്ള ഉണ്ണിയാപ്പൻ റെസ്റ്റോറൻറ്റ്. ഇതത്ര വലിയ ഹോട്ടലൊന്നുമല്ല, സ്വന്തം വീടിനോട് ചേർന്ന് കുറച്ച് പേർക്ക് നല്ല ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോയ കാട ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒരു ബീഫ് ബിരിയാണിയും പിന്നെ ഹാഫ് പോർഷൻ ചില്ലി ചിക്കനാണ് ഓർഡർ ചെയ്തത്. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് വീക്കെൻഡ്സിൽ വരാൻ ചെങ്ങ അവൈലബിലിറ്റി അനുസരിച്ച് കരിമീൻ്റെ ബിരിയാണിയും ഇവിടെ കിട്ടുന്നു. ഇന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് ഓർഡർ ചെയ്തില്ല. അപ്പോൾ കാട ബിരിയാണിയിലേക്ക് കിടക്കാം. എല്ലാ ബിരിയാണിയും നല്ല വാഴയിലയിൽ പൊതിഞ്ഞിട്ടാണ് ഇവിടെ ഇവർ സെർവ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ആ വാഴയില തുറക്കുമ്പോൾ ഒരു നല്ല മണം നമുക്ക് കിട്ടും. 150 രൂപയാണ് ഒരു കാട ബിരിയാണിക്ക് ഇവർ ചാർജ് ചെയ്യണത്. അതിലൊരു ഫുൾ കാടക്കോഴി ഉണ്ടാവും, പിന്നെ സാധാരണ എല്ലായിടത്തുള്ള പോലെ ഒരു കച്ചമ്പറും ഒരു അച്ചാറും. മുന്നേ തന്നെ ഫ്രൈ ചെയ്തെടുത്ത ഈ കാട നന്നായി വഴറ്റി ബിരിയാണി മസാല ഒക്കെ തേച്ച് ചോറിൽ വാഴയിലയിൽ പൊതിഞ്ഞ് നമ്മളെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനും തന്നെ ഇതിൻ്റെ ഇറച്ചിമലൊക്കെ നല്ല രീതിയിൽ ഫ്ലേവർ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബിരിയാണി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത്ര മോശം പറയാനായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു ബിരിയാണി അവർ സെർവ് ചെയ്യുന്നത്. ഈ ഒരു ബിരിയാണി മാത്രമല്ല, എല്ലാ ബിരിയാണിയും നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തത് ഇവരുടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത്യാവശ്യം സെയിം മസാലയായിരുന്നു കാട ബിരിയാണിക്കും ചിക്കൻ ബിരിയാണിക്കും. ഇതും നേരത്തെ പറഞ്ഞ പോലെ വാഴയിലൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിൽ എക്സ്ട്രാ ആയിട്ടൊരു കോഴിമുട്ട ഉണ്ട്. കാട ബിരിയാണിയിൽ വേണമെങ്കിൽ അവർക്കൊരു 2 കാടമുട്ടൊക്കെ വെക്കായിരുന്നു. കാടമുട്ടയ്ക്ക് വലിയ വില ഒന്നുമില്ലല്ലോ. ടേസ്റ്റിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം കാട ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഏതാണ്ട് ഒരേ മസാലയാണ്. അപ്പോൾ വേഗം തന്നെ ഞങ്ങൾ ബീഫ് ബിരിയാണി എടുത്ത് തുറന്നു നോക്കി. ബീഫ് ബിരിയാണി കംപ്ലീറ്റ്ലി വേറെ മസാലയാണ്. പൊതുവേ എനിക്ക് ചോറും മസാലയും കൂടി മിക്സായ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വാഴയിലയിൽ പൊതിയുന്നത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഈ റൈസും മസാലയും കൂടി മിക്സ് ആയിട്ടുണ്ട്. ബീഫ് ബിരിയാണിക്ക് 150ഉം ചിക്കൻ ബിരിയാണിക്ക് 140ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു റൈസൊക്കെ. പൊതുവേ ഇവിടെ നെഗറ്റീവ് റിവ്യൂസ് കൂടുതലാണ്, പക്ഷേ എനിക്ക് അത്രയ്ക്കാണ്ട് ഫീൽ ചെയ്തൊന്നുമില്ല. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബിരിയാണി തന്നെയാണ് ഇത്. ഇതിൻ്റെ ഒക്കെ കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ചിക്കൻ 65 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാഫ് പോർഷനാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നു. 260 റുപ്പീസാണ് അവർ ചാർജ് ചെയ്തത്. അത് മാത്രമാണ് എനിക്ക് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നിയത്. ഇനി ഹാഫ് പോർഷൻ ചിക്കൻ നമുക്ക് തന്നെ തന്നോന്ന് അറിയില്ല. ഞങ്ങൾ ചോദിച്ചപ്പോഴും കറക്റ്റ് ഒരു ആൻസർ അവിടെ നിന്ന് കിട്ടിയില്ല. അതെന്തായാലും നല്ല മുരുമുരാന്നിരിക്കുന്ന ഈ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുകൂടാണ്ട് ഞങ്ങളൊരു ചിക്കൻ കൊത്തു പൊറോട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഞങ്ങൾ ഈ 3 ബിരിയാണി കഴിച്ച് വയറ് അത്യാവശ്യം നല്ല രീതിക്ക് ഫുൾ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആ പറഞ്ഞൊരു ഹൈപ്പ് കിട്ടിയില്ല. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്രയും ആഗ്രഹിച്ച് ഓർഡർ ചെയ്തതാണ്. പക്ഷേ അതിന് മുമ്പ് 3 ബിരിയാണി കഴിച്ച കാരണം തോന്നുന്നുണ്ട് ആ ടേസ്റ്റ് ഉണ്ട് ശരിക്കും വന്നില്ല. കൊത്തു പൊറോട്ടയ്ക്ക് 110 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാണ്. ഇതുകൂടാണ്ട് ഇവിടെ മീൽസും കാര്യങ്ങളും ഫ്രൈഡ് റൈസും ചൈനീസ് ഐറ്റംസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറയണില്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ മറ്റൊരു ഫുഡ് റിലേറ്റഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്